വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റിനെ റെഡിയാക്കി പറഞ്ഞ് വിടുക. ടാറ്റ അമ്മേ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10 മണി 10:30 ആയപ്പോൾ നമ്മുടെ കുഞ്ഞപ്പന് ഫുഡൊക്കെ കൊടുക്കണം. ആളുടെ ഫേവറേറ്റ് ഫുഡാണിത്, നമ്മുടെ തൈര് സാദം. നല്ല ചോറും അതിൻ്റെ കൂടെ ഇച്ചിരി തൈരൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആശാന് നല്ല കുശാല. രാവിലെയും വൈകിട്ട് ഉച്ചക്കും വേണമെങ്കിൽ കഴിച്ചോളും. അതിനിടയ്ക്ക് നല്ല മഴയൊക്കെ, നല്ല തിമിർത്ത് മഴയൊക്കെ പെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ ഞാനും ഇരുന്ന് ഫുഡ് കഴിച്ചു. എന്തായാലും മഴ പെയ്യുമല്ലേ, അന്നാ ഭക്ഷണം കഴിച്ചേക്കാം. അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ ആശാനോട് സുഖമായിട്ട് അതിനിടയ്ക്ക് കിടന്നുറങ്ങി. പെട്ടെന്ന് തന്നെ എണീറ്റ് കേട്ടോ. ഷട്ടക്കിടാൻ വേണ്ടിയിട്ട് ഈ കീർച്ചയാണ് കിടന്നത്. എന്തിനാ? ഇതിന് വേണ്ടിയിട്ട് പുറത്ത് പോയി ഇങ്ങനെ നടക്കണം. അതിനിടയ്ക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ഇന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഴുകയൊക്കെ ചെയ്തു. അതൊരു രസം. ഒന്നാമത് തെന്നി തെറിച്ച് പാച്ചിലൊക്കെ ആയിട്ട് കിടക്കുക. അതിനിടയ്ക്കാണ് ആശാന് പുറത്തിറങ്ങി നടക്കണം. പിന്നെ നടന്നിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പെറുക്കിയും മാന്തിയൊക്കെ നടക്കണം. ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പിള്ളേരങ്ങനെയാലോ, അവർക്ക് വീട്ടിലിരുന്ന് കഴിയുമ്പോഴും ഒരു മുരടിപ്പല്ലേ, എന്തായിരുന്നു വെച്ചിട്ടാണ് വീട്ടിൽ കുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആശാൻ സെയിം റൊട്ടീൻ, തൈര് സാദം. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫുഡ്. നന്നായിട്ട് തൈരൊക്കെ കൂട്ടും. അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ കണ്ണൊന്നും ജസ്റ്റ് തെറ്റിയാൽ മതി, അടുത്ത പരിപാടിക്ക് പോകും. അതെന്ത് കളിയാണെന്നറിയില്ല. പിന്നെ നമ്മുടെ കല്ലുക്കുട്ടി വരാറായി. കല്ലുക്കുട്ടീനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അച്ചായി ഓട്ടോയ്ക്ക് കൊണ്ടുവന്നേ. ആശാട്ടി ഇപ്പോൾ പുറകിലൊക്കെ ഇരിക്കും. വേറെ കുട്ടികളും കൂടി ഉള്ള കാരണം അങ്ങനെ ഇരുന്നോളും. ഞാൻ പറഞ്ഞു വിട്ട കോലത്തിലല്ല തിരിച്ചുള്ള വരവ്. പപ്പടം തിന്നില്ല? എല്ലാം മൊത്തം ഇട്ടു. എവിടെ പോയാലും വന്നിട്ടുള്ള ഡെയിലി റൊട്ടീനാണ് കേട്ടോ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നും അല്ലേ? അവനെ വേഗം വന്ന് എടുക്കുക, അവനെ ഒന്ന് കൊഞ്ചിക്കുക. അതാണിപ്പം എത്ര പ്രധാനപ്പെട്ട ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ആൾക്ക് ഇതാണ് മെയിൻ. അവനെ ഒന്നെടുത്ത് അവനെ ഒന്ന് കൊഞ്ചിക്കുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അവനെ എടുത്ത് ഇങ്ങനെ നടക്കും. അതിനിടക്ക് ഓരോരോ പരിപാടിയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമല്ലേ? മക്കളുടെ സന്തോഷവും അല്ലേ? എന്ത് രസമാണ് അതൊക്കെ കാണാനായിട്ട്. അവനും ഒട്ടും മോശമൊന്നുമില്ല. അവളെ ഒന്ന് കാണാണ്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹപ്രകടനമാണ്. അപ്പോൾ കുറേ നേരം കൂടെ ഉണ്ടെങ്കിൽ വലിയ മീച്ചമൊന്നുമില്ല കേട്ടോ. കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ മീച്ചയില്ല. അത് കഴിഞ്ഞ് പിന്നെ ആശാൻ്റെ ഓരോ പരിപാടികൾക്കിടയ്ക്ക് നമ്മുടെ കുഞ്ഞുട്ടിക്ക് ഭക്ഷണം കൊടുത്തു. അതിനിടയ്ക്ക് ഓരോ പരിപാടിയോട് നടക്കണ്ട കേട്ടോ. പിന്നെ ഞങ്ങളുടെ അവസാനത്തെ അംഗമാണിത് ഇന്നത്തെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ബൈ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.